നമസ്കാരം. ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ബി.ജെ.പിയോട് മാധ്യമങ്ങൾക്ക് പൊതുവെയുള്ളൊരു മനോഭാവം, അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും, സംസ്ഥാന തലമെന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തെ പ്രത്യേകമായി പരാമർശിക്കുകയാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. ആ മാധ്യമങ്ങളുടെ ഒരു മനോഭാവം നാം പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഹോസ്റ്റൈൽ മനോഭാവമാണെന്നൊരു ശത്രുബോധം ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് മാധ്യമങ്ങൾ, ഒരു 99% മാധ്യമങ്ങളും ബി.ജെ.പിക്ക് നേരെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നിഷ്പക്ഷമായിട്ട് മാധ്യമങ്ങൾ പല രാഷ്ട്രീയ കക്ഷികളുടെയും അന്തർനാടകങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ പൊതു ഇടങ്ങളിലുള്ള ഇടപെടലുകളും റിപ്പോർട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്ന സംപ്രേഷണം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന രീതി നാം ഒന്ന് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് ബി.ജെ.പിയോട് ഒരു ശത്രുബോധം വെച്ച് പുലർത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്തകളോ വിശകലനങ്ങളോ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, എഴുതുന്ന ലേഖകരും മാപ്രകളെന്ന് വിളിക്കുന്ന മാധ്യമപ്രവർത്തകരും വെച്ച് പുലർത്തുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് പ്രേക്ഷകർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ നിസ്സാരമാണ്. 3 കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണങ്ങളായി വന്നു ഭവിക്കുന്നത്. ഒന്ന് എന്നുള്ളത്, പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് ബി.ജെ.പിയുടെ പ്രവർത്തന രീതി. അതും പ്രത്യേകിച്ച് 2014 മുതൽ നരേന്ദ്രമോദി ബി.ജെ.പിയുടെ പ്രധാനമന്ത്രിയായി ഭാരതത്തിൽ അധികാരമേറ്റതിന് ശേഷം. കാരണം പരമ്പരാഗത രീതി എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളെ പൊന്നേ ചക്കരെ എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കും. അതിൽ തന്നെ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാവട്ടെ, അവർക്ക് അസീമമായിട്ടുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം, അത് സർക്കാർ കാര്യാലയങ്ങൾക്കുള്ളിലാണെങ്കിലും സർക്കാർ വാഹനങ്ങൾക്കുള്ളിലാണെങ്കിലും, ഒരുപക്ഷെ ഒരു കാലത്ത് മന്ത്രിസഭയിൽ ആര് മന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്നത് പോലും മാധ്യമപ്രവർത്തകർ അവരവരുടെ കാര്യാലയങ്ങളിലിരുന്നായിരുന്നു. ബർഖാദത്തിനെ പോലുള്ളവർ, ഗുലാം നബി ആസാദിനെ പോലുള്ളവരുടെ ഒരു വിലപേശൽ തന്ത്രമൊക്കെ വെച്ച് സംസാരിക്കുന്ന ടേപ്പുകൾ പുറത്തായിട്ടുണ്ട്. അത്തരത്തിലായിരുന്നു മാധ്യമങ്ങളുടെ ഒരു ശക്തി, സ്വാധീനം. ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാരത്തിലേറൽ, അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തിയ നിമിഷം മുതൽ മാധ്യമങ്ങൾക്ക് ഈ ഒരു സ്വാധീനം നഷ്ടപ്പെട്ടു, സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അതാണ് അവരുടെ വിരോധത്തിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഈ പരമ്പരാഗത രീതിയിൽ രാഷ്ട്രീയ കക്ഷികൾ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാരണമാണിത്. ഈ മാധ്യമപ്രവർത്തകർക്ക് പൊതുവെ കോൺഗ്രസ്സിനോടൊരു മനോഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ മനസ്സ് കമ്മ്യൂണിസ്റ്റിൻ്റേതായിരിക്കും. പക്ഷേ കമ്മ്യൂണിസം കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇല്ലാത്തത് കൊണ്ട് സോഷ്യലിസ്റ്റായ നെഹ്റുവിൻ്റെ പാർട്ടിയായ കോൺഗ്രസ്സിനോട് നമ്മളൊരു മൃദു മനോഭാവം കാണിക്കുന്നു. കോൺഗ്രസ് നമ്മളെയും വേണ്ടതുപോലെ പരിപോഷിപ്പിക്കുന്നു. അത്തരത്തിലൊരു മിത്രതാ മനോഭാവമാണ് അവർക്കുള്ളത്. അവർ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും ഏത് കോൺഗ്രസ് ഇതര രാഷ്ട്രീയ കക്ഷി കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ അധികാരത്തിൽ വന്നാലും കോൺഗ്രസ് എങ്ങനെ അവരോട് പെരുമാറുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും അവരും പെരുമാറുന്നത്, അല്ലെങ്കിൽ പെരുമാറേണ്ടത് എന്നൊരു ചട്ടം തന്നെ അവർ മാനസികമായി ഉള്ളിൽ രാഷ്ട്രീയ കക്ഷികളെ പ്രതി വളർത്തി വെച്ചിട്ടുണ്ട്. ആ ചട്ടമെല്ലാം ലംഘിക്കുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അതാണ് ഈ ശത്രുബോധത്തിനുള്ള രണ്ടാമത്തെ കാരണം, ഈ ഒരു വിരോധ മനോഭാവത്തിനുള്ള. മൂന്നാമത്തെ കാരണം, വ്യക്തിപരമായിട്ട് മാധ്യമത്തിൻ്റെ മുതലാളിക്കോ അല്ലെങ്കിൽ ഈ വാർത്ത അവതരിപ്പിക്കുന്ന മാപ്രകൾക്കോ അവരുടെ ഒരു രാഷ്ട്രീയ മനോഭാവമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് കൂടുതൽ പ്രയോജനം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മരംകുത്തി ചാനലിൻ്റെ ട്രീ കട്ടർ മുതലാളിക്കാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിരവധി പ്രയോജനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി കോൺഗ്രസുമായിട്ട് അടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്താണ് അയാൾക്ക് പ്രയോജനങ്ങൾ വേണ്ടത്. എന്നാൽ തന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, പിന്നാമ്പുറങ്ങളിലൂടെ ബി.ജെ.പിയുടെ വളരെ വലിയ നേതാക്കളുമായി അടുത്ത സൗഹൃദം പുലർത്തുവാനുള്ള നിരന്തര ശ്രമങ്ങൾ അയാൾ നടത്തുന്നതുകൊണ്ട് ഇത്തരത്തിലാണ് അവരുടെ ഒരു മനോഭാവം പോകുന്നത്. മാപ്രകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ അവതാരകരും എഴുത്തുകാരും ലേഖകരും ഒക്കെ ഉണ്ടല്ലോ, ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ജേർണലിസ്റ്റുകൾ, അവരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അവർ കാലുവയ്ക്കുന്നത് കോളേജ് കാലഘട്ടത്തിൽ നിന്നായിരിക്കും. ഇടതുപക്ഷ സ്വാധീനത്തിൽ നിന്ന്, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ബി.ജെ.പി അവർ വെറുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത്രയും ഒരു ആമുഖം നിങ്ങളോട് പറഞ്ഞത്, ഇപ്പോൾ സമീപകാലത്തായി ബി.ജെ.പിക്ക് നേരെ സംസ്ഥാന തലത്തിൽ കേരളത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വ്യാജ പ്രചരണങ്ങളും ആക്രമണങ്ങളും അതിനെ ഒന്ന് വിശകലനം ചെയ്യുവാനും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യുവാനുമാണ്. ആക്രമണങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നേരത്തെ തന്നെ ഈ ആക്രമണങ്ങളുണ്ട്. പക്ഷേ ഈ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യമെല്ലാം ഉത്തരേന്ത്യയായിരുന്നു. ഉത്തരേന്ത്യയിൽ സീറ്റ് തർക്കത്തിൻ്റെ പേരിൽ കുത്തിക്കൊലപ്പെടുത്തിയ ഒരു പയ്യനെ 10 ലക്ഷം രൂപ കൊടുത്തു കംപ്ലീറ്റ്
ഗോഹത്യ അല്ലെങ്കിൽ ഗോരക്ഷകരുടെ അക്രമമാണ്, ജയ് ശ്രീറാം വിളിക്കാത്തതിന് കുനിച്ച് നിർത്തി ഇടിച്ചു, ഏതെങ്കിലും പാതിരിയെ ഏതെങ്കിലും സ്വാമി അടകടാനന്ദ കണ്ണുരുട്ടി പേടിപ്പിച്ചു, കന്യാസ്ത്രീകളെ ഉപദ്രവിച്ചു തുടങ്ങിയ വാർത്തകളായിരുന്നു. കേരളത്തിലേക്ക് ആ വാർത്തകൾ അതേ തീക്ഷ്ണതയോടുകൂടി വന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ കേരള ഘടകത്തെക്കുറിച്ച്, ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തെക്കുറിച്ച് അതേ തീക്ഷ്ണതയോടുകൂടി വാർത്തകൾ വന്നു തുടങ്ങിയത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്ന തൊട്ടാണ്. കാരണം അതിന് മുൻപുള്ള സംസ്ഥാന അധ്യക്ഷന്മാരാരും മോശക്കാരായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് പക്ഷേ ഒരു പരമ്പരാഗത രീതി ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഒരു സരളമായി വിശദീകരിച്ചു കഴിഞ്ഞാൽ, അടൽ ബിഹാരി വാജ്പേയിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം കെ സുരേന്ദ്രനും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരും തമ്മിലുണ്ടായിരുന്നു, കെ സുരേന്ദ്രൻ്റെ കാലം മുതൽ. കാരണം കുറച്ചുകൂടി ഒരു അഗ്രസീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ വളരെ ഈ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ, എന്നാൽ വളരെ സമർത്ഥമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദിയുടെ. ഞാൻ ഒരു തരത്തിലും നരേന്ദ്രമോദിയുമായിട്ട് കെ സുരേന്ദ്രനെ താരതമ്യം ചെയ്യുകയല്ല. ഒരു പ്രവർത്തന രീതിയുടെ വ്യത്യാസം, ഏറ്റക്കുറച്ചിലുകളോടുകൂടി ഇവരിലുണ്ട് എന്ന് പ്രേക്ഷകരോട് പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്താഭിപ്രായമുണ്ടാകാം, അത് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. കെ സുരേന്ദ്രൻ മുതൽ ഇങ്ങോട്ടേക്ക് കുമ്മനം രാജശേഖരൻ വന്നപ്പോൾ പോലും ആ പരമ്പരാഗത രീതികൾ തുടരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എല്ലാവരോടും സൗമ്യനായി പെരുമാറുന്ന ഒരു മനുഷ്യനാണ്. കെ എസ് അങ്ങനല്ല. കെ എസിന് തെറ്റ് എന്ന് തോന്നുന്ന കാര്യം കെ എസ് മുഖത്തടിച്ചതുപോലെ പ്രതികരിക്കും. അത്തരത്തിലൊരു രീതിയുണ്ട്. നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു രീതിയില്ല. നരേന്ദ്രമോദി വളരെ സൗമ്യനായിട്ട് ആരോടും മുഖത്തടിച്ചതുപോലെ പെരുമാറുന്ന വ്യക്തിയല്ല. പക്ഷേ ഒരു പ്രവർത്തന രീതിയിലെ ആ അഗ്രസീവ്നെസ് ഉണ്ടല്ലോ, അതിലെ ഒരു വീറോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു ത്വര, അത് കെ എസിലുമുണ്ട്. ഇനി കെ എസിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. കാര്യം, രാജീവ് ചന്ദ്രശേഖർ ഇന്നോളം പരമ്പരാഗത രീതിയിൽ ഇവർ കണ്ടിട്ടുള്ള ഒരു നേതാവുമായിട്ടും താരതമ്യം ചെയ്യാവുന്ന ഒരു നേതാവല്ല. അദ്ദേഹം ദേശീയ തലത്തിൽ ഈ രാഷ്ട്രീയ കളികളെല്ലാം കണ്ട് അതിൽ പദം വന്ന്, എന്നാൽ 5 പൈസ വെട്ടിക്കണ്ട എന്നുള്ള, ഈ മുൻപിലുള്ള അധ്യക്ഷന്മാർ വെട്ടിക്കുമായിരുന്നെന്നല്ല ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു ആരോപണം രാജീവ് ചന്ദ്രശേഖറിൻ്റെ മേൽ ആരോപിച്ചാൽ അത് നിൽക്കില്ല. കാരണം അദ്ദേഹം വ്യക്തിപരമായി തന്നെ വ്യവസായങ്ങൾ ചെയ്ത് സാങ്കേതിക വിദ്യയിൽ കഴിവ് തെളിയിച്ച് സമ്പന്നനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് സമ്പത്തുണ്ടാക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട കാര്യമില്ല. കെ എസിൻ്റെ മേൽ ഇപ്പോൾ പറയുകയാണ്, ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. കെ എസ് അങ്ങനെ ചെയ്യില്ല, അത് വ്യക്തിപരമായി എനിക്കറിയാം. പക്ഷേ കെ എസിൻ്റെ മേലൊരു ആരോപണം വയ്ക്കുകയാണ്. കെ എസ് ഇന്നലെ അവിടെ നിന്നൊരു 10 കോടി രൂപ കൈക്കൂലി വാങ്ങി. വെറുതെ ഒരു വ്യാജ ആരോപണം. ട്രീ കട്ടർ മുതലാളിയുടെയൊക്കെ ജീവിത ലക്ഷ്യം തന്നെ അതാണല്ലോ, വ്യാജ ആരോപണങ്ങൾ. ഓരോ ദിവസവും ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരുടെ പേരിൽ എന്ത് അപരാധം പറയണം, അല്ലെങ്കിൽ എന്ത് വ്യാജ വാർത്ത കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി എഴുന്നേൽക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. അത്തരത്തിലുള്ളൊരു ആരോപണം വന്നാൽ ഒരു നിമിഷം ആരെങ്കിലും സംശയിക്കുക, ചെയ്തോ? കേസ് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ, എന്നാലും ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ആളുകളുടെ മനസ്സിൽ ഉണർത്തുവാൻ ചിലപ്പോൾ അവർക്ക് സാധിച്ചേക്കും. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അത് സാധിക്കില്ല. അതിനും അപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തന രീതികൾ കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിലുണ്ടായൊരു വളർച്ച, 3 MLA-മാർ നിയമസഭയിൽ, തിരുവനന്തപുരം നഗരസഭയിൽ ഭരണം, ഇത് ഈ നേരത്തെ പറഞ്ഞ ശത്രുബോധമുള്ള മാധ്യമങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നേരെയുള്ള ആക്രമണങ്ങൾ അവർ അനുദിനം ശക്തമാക്കിക്കൊണ്ടുവരികയാണ്. ചിന്തിച്ചു നോക്കൂ, തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി ഭരണം പിടിച്ചപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രമുഖന്മാർ തിരുവനന്തപുരത്തെ മേയർ ആരായിരിക്കുമെന്നുള്ളത് അങ്ങ് പ്രഖ്യാപിച്ചു. ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും വന്നിട്ടില്ല. ഒടുവിൽ യഥാർത്ഥ മേയർ ആരായി? അപ്പോൾ അതിൻ്റെ അകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കുവാനുള്ള ശ്രമം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇവർ ഈ പ്രഖ്യാപിച്ച ആൾക്ക് മറ്റേത് പാർട്ടിയായിരുന്നെങ്കിലും ഒരു വിരോധമുള്ളിലുണ്ടായേനെ മേയർ സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ മേയറായ വ്യക്തിയോട്, വി രാജേഷിനോട്. പക്ഷേ ഇവർക്ക് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇവർ പരമ്പരാഗത രീതികൾ കണ്ട് ശീലിച്ച് അതേ രീതികളിൽ തന്നെയാണ് ബി ജെ പിയും പ്രവർത്തിക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നത്. ബി ജെ പിയുടെ പ്രവർത്തന ശൈലിയും ബി ജെ പിയുടെ പ്രവർത്തകരും വേറിട്ടൊരു പാതയാണ് തിരഞ്ഞെടുത്ത് അതിലൂടെ സഞ്ചരിക്കുന്നത്. വ്യത്യസ്തരായ ആൾക്കാരാണ് ബി ജെ പിയുടെ പ്രവർത്തകരെന്ന് തന്നെ പറയാം. നേതാക്കളും അങ്ങനെ തന്നെ. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കണമെന്നില്ല. എല്ലാ റൂൾസിനും എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലാ വിധിക്കും വിധിവിലക്കുണ്ട് എന്ന് പറയുന്നത് പോലെ അത് അല്ലാതെ പരമ്പരാഗത രീതിയിൽ പോകുന്ന ആളുകളും കാണാം. ചിലപ്പോൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ മനോഭാവം ഉള്ളിൽ സൂക്ഷിക്കുന്നവരും ബി ജെ പിയിൽ കാണാം. 1 or 2 ഏറെയും കുറഞ്ഞു. പക്ഷേ ഭൂരിഭാഗം പേരും വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്ന, ദേശീയതയോട് അടുത്ത് നിൽക്കുന്ന ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കുത്തിത്തിരിപ്പ് നടന്നില്ല. അടുത്ത ഒരു ശ്രമം, പ്രത്യേകിച്ചും വാർത്താമാധ്യമങ്ങളിൽ, ദൃശ്യ
വാർത്താമാധ്യമങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് കേരളത്തിൽ നിലകൊള്ളുന്ന ചാനൽ നിരന്തരമായി തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം തിരുവനന്തപുരം നഗരം മാലിന്യ കൂമ്പാരമായി മാറുന്നു എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ നിരന്തരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു അവസാനം വന്നത് പൊട്ടൻ ഷമീർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ഈ മാലിന്യ നിക്ഷേപങ്ങൾ ആസൂത്രിതമായി ആമയിഴഞ്ചാൻ തോടുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും തോടുകളിലും നടത്തുന്നത് രാത്രി കൈയോടെ പിടികൂടിയതോടുകൂടിയാണ്. ഇപ്പോൾ അതിനൊരു ശമനം വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പിലും തോറ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ലാതെ ജോയ് മിക്കവാറും ഒതുക്കി വീട്ടിലിരുത്തുമെന്നുള്ള പരുവത്തിൽ കഴിയുന്ന ശിവൻകുട്ടി ഇടയ്ക്കിടെ ഇറങ്ങുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ അത്ര പോരാ കാര്യങ്ങൾ. ഏറ്റവും മോശമായ ഒരു നഗരസഭയാണ്. ഇപ്പോൾ എന്തായാലും പറയാമല്ലോ, ഒരു ഭാഷാശുദ്ധി വന്നിട്ടുണ്ട് ശിവൻകുട്ടിക്ക്. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എഴുതി വായിച്ചോ 10 തവണ കാണാതെ പഠിച്ചിട്ടോ ഒക്കെ ആണെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ചില പഴയ ശിവൻകുട്ടിയുടെ മിന്നലാട്ടങ്ങൾ നമുക്ക് കാണാമെങ്കിലും ഒരു ഭാഷാശുദ്ധി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള പ്രചരണങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, അത് പൊളിച്ചടുക്കി. പിന്നെയുള്ളത് എന്താണ്? അത്ര പെട്ടെന്ന് ആർക്കും തെളിയിക്കാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ പറ്റാത്തൊരു ആരോപണം പറയുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഷർട്ടിൻ്റെ അകത്തിട്ടിരിക്കുന്ന ബനിയൻ ചുവപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ വന്ന് ഷർട്ട് ഊരി കാണിക്കാൻ പോകുന്നു? ഇല്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് BJPയിൽ കംപ്ലീറ്റ് ഫണ്ട് വെട്ടിപ്പാണ്, അല്ലെങ്കിൽ BJPയിൽ അവിടെ കുറച്ച് തിരിമറികളുണ്ട്, അവർ തമ്മിൽ അസ്വാരസ്യത്തിലാണ്. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും നേരിട്ട് കണ്ടാൽ വാളുമുറുമിയും എടുത്ത് അപ്പോൾ അങ്കത്തട്ടിൽ ഇറങ്ങി പോർ വിളിക്കും എന്നുള്ള ആരോപണങ്ങളങ്ങ് അടിച്ചു വിട്ടേക്കുക, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുക, പരത്തുക. അതിനും ഈ കെ സുരേന്ദ്രൻ്റെ കാര്യം, ഞാൻ അതാണ് പറഞ്ഞത്, അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ രസകരമാണ്. വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള രീതിയിൽ. കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറുമായിട്ട് അത്ര രസത്തിലല്ല എന്ന് പറഞ്ഞപ്പോൾ കെ സുരേന്ദ്രൻ അതിന് പ്രതികരിച്ചത്, രണ്ടുപേരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്പരം എന്തോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുന്നു, അത്ര രസത്തിലല്ലാത്ത അങ്ങനെ ഒരു ക്യാപ്ഷനോടുകൂടി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിനൊരു പ്രതികരണം നൽകിയിട്ട് പോയി. അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വളരെ രസകരമാണ്. രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടി ഒരു ഔപചാരികമായിട്ടുള്ള പ്രതികരണങ്ങളെ നടത്താറുള്ളൂ, ഔദ്യോഗികമായ പ്രതികരണങ്ങളെ നടത്താറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ മാപ്രകൾക്ക് വലിയ വിലയൊന്നും അദ്ദേഹം കൊടുക്കാറില്ല. അതിന് കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു മനോഭാവവും മാർഗരേഖയുമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ ഞാൻ ഈ ആരോപണങ്ങളെല്ലാം, ഈ സമീപകാലത്തുണ്ടായ ആരോപണങ്ങളും BJPയുടെ നേരെ ഉണ്ടായ വ്യാജ പ്രചരണങ്ങളും എല്ലാം പ്രേക്ഷകരോടൊന്ന് എടുത്തു പറഞ്ഞത്, കൃത്യമായ ആക്രമണ മനോഭാവത്തോടു കൂടി BJPയുടെ വീഴ്ച കാത്തിരിക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഓരോ ദിവസവും BJPക്ക് നേരെ വരുന്ന ആരോപണങ്ങളുടെ ഒരു നിലവാരം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ അതിന് ഒരു മറുവശമുണ്ട്. നാളെ നഗരസഭയിൽ എന്തെങ്കിലും വലിയ കുഴപ്പങ്ങൾ നടക്കുകയാണ്, പേപ്പട്ടി ശല്യം വ്യാപകമാകുകയാണ് എങ്കിൽ VV രാജേഷിനെ കൃത്യമായി വിമർശിക്കുമെന്നേ. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നാൽ മാത്രമേ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുവാൻ ഒരു ഭരണസമിതിക്ക് സാധിക്കുകയുള്ളൂ. അതാണ് മാധ്യമങ്ങളുടെ ധർമ്മമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. അല്ലാതെ നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു ഭരണസമിതി ഏതെങ്കിലും ഒരു നഗരസഭയിലോ അല്ലെങ്കിൽ 3 MLA-മാർ നിയമസഭയിലോ ഉണ്ടെന്ന് കരുതി അടിസ്ഥാനപരമായിട്ട് എന്ത് വിരോധവും എന്ത് അസത്യവും ആ പാർട്ടിക്ക് നേരെ ഉന്നയിക്കുക എന്നുള്ളത് ശരിയായൊരു നടപടിയല്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. പ്രേക്ഷകർക്കും അതുതന്നെയായിരിക്കും അഭിപ്രായമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് പറഞ്ഞ് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ മൊത്തം വിശകലനം തന്നെ ഒരു ആമുഖമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ പ്രത്യേക വിഷയവും കയ്യിലെടുത്ത് വിശകലനം ചെയ്യുന്നു. ഇപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു വാർത്താമാധ്യമം നിരന്തരമായി അവരുടെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരമുള്ള എല്ലാ സെഗ്മെൻറ്റുകളിലും ടൈം ഉണ്ടല്ലോ, പ്രൈം ടൈം, നൂൺ ടൈം, മോർണിംഗ് ഷോ, ഈ 3 സമയഖണ്ഡങ്ങളിലും ഒരു തവണയെങ്കിലും ഇതിനെക്കുറിച്ച് പറയാതെ കഴിഞ്ഞ 2 ആഴ്ചകൾ കടന്നു പോയിട്ടില്ല. ഈ പൊട്ടൻ ഷമീർ എന്ന സഖാവിനെ പിടികൂടുന്നത് വരെ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഇവരിതിനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് BJPയോടുള്ള അവരുടെ സമീപനം, മനോഭാവം എന്നുള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഈ വിഷയത്തിൽ ഇനിയും ചർച്ചകളും വിശകലനങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവരുടെ മുഖം, ഈ മാപ്രകളുടെ മുഖം തുറന്നു കാട്ടേണ്ടതുണ്ട്. ഒരു പാർട്ടികളുടെ കാര്യവുമുണ്ട്. കാരണം ഈ മാപ്രകളുടെ പിന്നിലുള്ള സ്വാധീന ശക്തികൾ പലപ്പോഴും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. അവർക്ക് BJPയോടുള്ള വിരോധത്തിൻ്റെ കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. പക്ഷേ എന്നാൽ പോലും ഈ ശിവൻകുട്ടിയെ പോലുള്ളവർ നിരന്തരമായി തിരുവനന്തപുരം നഗരസഭയെ അനാവശ്യമായി ലക്ഷ്യം വെച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള പ്രതികരണങ്ങൾ, ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.